പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദർഭങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ബഹുമാനരാകുന്ന എല്ലാ കർത്തൃദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ യോഗങ്ങളുടെ രണ്ടാമത്തെ രാത്രികാലം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ കർത്താവ് നമ്മോട് കരുണ കാണിച്ചുവല്ലോ. നിങ്ങൾ കാണിക്കുന്ന താല്പര്യങ്ങളെ ദൈവം മാനിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ നടുവിൽ ശുശ്രൂഷിക്കുവാൻ ലഭിച്ച ഈ അവസരം ഒരു വലിയ അനുഗ്രഹവും പദവിയുമായി ഞാൻ കരുതുന്നു. നമ്മെ എല്ലാവരെയും കർത്താവ് വിവിധ നിലകളിൽ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുത്തട്ടെ. ഇന്ത്യയിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടെ ആയിരിക്കുവാൻ ദൈവം അവസരങ്ങളെ നൽകി. ഇവിടെ ആയിരിക്കുമ്പോഴും ദൈവാന്വേഷികളായി ദൈവകേന്ദ്രീകൃതരായി കർത്താവിന് വേണ്ടി യേശുവിന് വേണ്ടി ജീവിക്കുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവ് തുറന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഇവിടെ ഈ രാജ്യത്ത് കടന്നു വന്നപ്പോൾ കാണുന്നത്, വിവിധ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ കാണുന്നത് എൻ്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമായി എനിക്ക് തോന്നുന്നു. 40-40 വർഷങ്ങൾക്ക് മുന്നമേ എൻ്റെ വൈഫിൻ്റെ 30-35 വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ വൈഫിൻ്റെ മാതാപിതാക്കൾ അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവരെത്തിച്ചേരുവാനിടയായി. അന്ന് അരുണാചൽ പ്രദേശ്, ഇന്നും അരുണാചൽ പ്രദേശിൻ്റെ 80% വനമാകുന്നു. ഉൾപ്രദേശങ്ങളിൽ ഇന്നും റോഡുകളില്ല. അന്ന് ഏകദേശം മുഴുഭാഗങ്ങളും വനമായിരുന്നു, കാടായിരുന്നു. അകത്ത് റോഡുകളില്ല. ഞാൻ തന്നെ 1997 കടന്നു ചെല്ലുമ്പോൾ പലയിടങ്ങളിലും നദികളിലൂടെയാണ് ബസ് കടന്നുപോയി. വെള്ളക്കുറവുള്ള ഇടങ്ങളിലൂടെ ബസ് ഇറങ്ങിക്കയറിയാണ്, പാലമില്ലായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ അരുണാചൽ പ്രദേശിൽ പോയിക്കൊണ്ടിരുന്നത്. അന്ന് ആ നാളുകളിൽ ആനപ്പുറത്തായിരുന്നു നദി അവർ ക്രോസ് ചെയ്തുകൊണ്ടിരുന്നത്. അത്തരത്തിലുള്ള സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമാകുന്ന നിയോഗങ്ങൾ കേരളത്തിൽ നിന്നും തെക്ക് ഭാഗത്തു നിന്നും അനേകരെ ആ പ്രദേശങ്ങളിൽ കൊണ്ടെത്തിച്ചു. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ നാളുകളിൽ ആരോടെ പോകുവാൻ താല്പര്യപ്പെടില്ല. ദൈവം അവരെ അവിടെ കൊണ്ടെത്തിച്ചു. അവിടെ കടന്നു ചെന്ന ദൈവമക്കളൊക്കെ പ്രാർത്ഥിച്ച് ഇന്ന് ആ ദേശത്തൊരു വലിയ ഉണർവിനെ ദൈവം അയച്ചു. ഏതാണ്ട് 40-50 വർഷത്തോളമായിട്ട് മലയാളികൾ ആ ദേശങ്ങളിൽ കുടിയേറുവാനിടയായി. അവിടെ അവർക്ക് പാർക്കുവാൻ, സ്വന്തമായി സ്ഥലം വാങ്ങുവാനൊന്നും അനുവാദമില്ല. എങ്കിലും അവിടെ ജോലി ചെയ്യുവാൻ ഇന്ന് ആയിരക്കണക്കിന് മലയാളികൾ അവിടെയുണ്ട്. അത്തരത്തിൽ മലയാളികൾ പോയി ആരംഭിച്ച ഒരു ചേർച്ചിലാണ് എൻ്റെ ബ്രദറിൻലോ ഇന്ന് ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ കൂടെ കടന്ന് അവിടെ ചെന്ന് ദൈവവചനം ശുശ്രൂഷിക്കാറുണ്ട്. ചെറിയ തുടക്കങ്ങളെ ഒരിക്കലും നിസ്സാരമായി കാണാതിരിക്കുമ്പോൾ അവിടങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ചെറുതായിരുന്നാലും അത് ചെയ്യുവാൻ നാം തയ്യാറാകുമ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചിലപ്പോൾ അതൊരു ദേശത്തിന്റെ മുഴുവൻ വിടുതലിന് കാരണമായി തീരും. ഇന്ന് അരുണാചൽ പ്രദേശിലെ ഒരു നല്ല ശതമാനം, 40-ലധികം ആളുകൾ, ട്രൈബൽസ് വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനിടയായി. വിവിധ ചർച്ചുകൾ, വളരെ സജീവമായ 100 ചർച്ചുകൾ അരുണാചൽ പ്രദേശിന്റെ വിവിധ ഇടങ്ങളിലുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടെ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ ട്രൈബൽസ് മാത്രം നേതൃത്വം കൊടുക്കുന്ന ഒരു സഭയിൽ കടന്നു ചെന്ന് ഞാൻ ശുശ്രൂഷിച്ചു. ഒറ്റ മലയാളി പോലും ഇല്ലാത്ത, നേതൃത്വത്തിൽ പോലും മലയാളികളില്ലാത്ത ഒരു ചർച്ചിൽ എന്നെ അവർ ക്ഷണിക്കുകയും ഞാൻ അവിടെ കടന്നു ചെന്ന് ശുശ്രൂഷിച്ചു. 400-ലധികം ആളുകൾ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇത് ദൈവത്താൽ സംഭവിച്ച കാര്യമാണ്. പലപ്പോഴും സുവിശേഷം എത്തിയിട്ടില്ലാത്ത ഇടത്ത് ചെന്ന് നാം സുവിശേഷം പറയണമെന്ന് ആഗ്രഹിക്കും. പക്ഷേ നാം അവിടെ ചെല്ലുന്നതിന് മുന്നമേ കർത്താവ് ചിലരെ അവിടെ എഴുന്നേൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവപ്രവർത്തികളെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു. ഇവിടെ നിങ്ങളായിരിക്കുന്നതും അവിചാരിതമായിട്ടല്ല. ഇതിന്റെ പിന്നിൽ ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ തിരിച്ചറിഞ്ഞ് കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, നിലപാടുകൾ എടുക്കുവാൻ, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ തയ്യാറായാൽ അത് ദൈവരാജ്യത്തിൽ ഒരു വലിയ നേട്ടമായി തീരും.
കർത്താവ് അതിനു വേണ്ടി നിങ്ങളെ ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ രാത്രികാലവും ദൈവവചനത്തിൽ നിന്ന് കേൾക്കുവാൻ വേണ്ടി വളരെ താല്പര്യത്തോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുക. ആമേൻ. ദൈവവചനത്തിൽ നിന്ന് വളരെ ലളിതമാകുന്ന ചില ചിന്തകൾ, പ്രായോഗികമാകുന്ന ചില ചിന്തകൾ ഇന്ന് പകൽ ഞാൻ നിങ്ങളുടെ നടുവിൽ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അതിനു മുന്നേ ചില നിമിഷങ്ങൾ കൂടെ കണ്ണുകളടച്ച് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിച്ച് തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മെ തന്നെ ഒരുക്കാം. എല്ലാവർക്കും കണ്ണുകളടച്ച് അല്പസമയം തുറന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപയുള്ളവർ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുക. പരിശുദ്ധാത്മാവിന്റെ ഔഷധം നമ്മുടെ മേൽ അവിടുന്ന് ഈ രാത്രിയിൽ ഒഴിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ശരീരങ്ങളെ അവിടുന്ന് സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മനസ്സുകളെ അവിടുന്ന് സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങൾക്ക് അനുഭവിക്കത്തക്കവണ്ണം നൽകി തരുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരും കരങ്ങൾ അടിച്ച് അല്പസമയം ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനൊരു നിയോഗത്തിൽ ചില നിമിഷങ്ങൾ കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഇതിന്റെ നടുവിൽ ചിലർ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടില്ല. ആമേൻ. അതിന് ചില നിമിഷങ്ങൾ കൂടെ അങ്ങനെയുള്ളവർക്ക് വേണ്ടി വിശേഷമാണെന്ന് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ മുമ്പിൽ സമയമുണ്ട്. 7:30 മണി മാത്രമേ ആയിട്ടുള്ളൂ. അതിനാൽ അല്പസമയം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടില്ലാത്തവർ, അന്യഭാഷ അടയാളത്തോടുകൂടെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടി ആമേൻ അവർ പ്രാർത്ഥിക്കുമ്പോൾ നാം കൂടെ അവരെ പ്രാർത്ഥനയിൽ സഹായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദയവായി എല്ലാവർക്കും അതാന്തരങ്ങളിലൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഇതുവരെയും അന്യഭാഷ അടയാളത്തോടുകൂടെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടില്ലാത്തവർ ദയവായിട്ടൊന്ന് മുന്നോട്ട് വരുമോ? ആമേൻ. നിങ്ങൾക്ക് വേണ്ടി വിശേഷമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കുകയും ഹല്ലേലൂയ ദയവായി മുന്നോട്ടെടുത്ത് വരികയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഒന്ന്, നിങ്ങൾ നിങ്ങളൊരു കാര്യം തിരിച്ചറിയണം. പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ വേണ്ടി ഇനി കാത്തിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ട സമയത്ത് തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവിൽ വന്നു കഴിഞ്ഞു. പരിശുദ്ധാത്മാവിന് സ്വർഗത്തിൽ നിന്ന് വരേണ്ട കാര്യമില്ല. നിങ്ങളിൽ രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളിലും പരിശുദ്ധാത്മാവുണ്ട്. അതിനാൽ ആ പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും നിയന്ത്രണം ഏറ്റെടുക്കുവാൻ വേണ്ടി നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും നിങ്ങളൊന്ന് വിട്ടുകൊടുത്താൽ മാത്രം മതി. അതിൽ നാം പരിശുദ്ധാത്മാവോട് സഹകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ മനസ്സ് വിട്ടുകൊടുക്കുന്നു എന്നതിന്റെ അടയാളമായി നാം ഹല്ലേലൂയ എന്ന് പറയുകയും ശരീരം വിട്ടുകൊടുക്കുന്നു എന്നതിന്റെ അടയാളമായി നമ്മളുടെ കരങ്ങൾ അടിച്ച് നാം ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യും. ആമേൻ. എല്ലാവർക്കും ഈ സമയത്ത് വാ തുറന്ന് ഹല്ലേലൂയ പറഞ്ഞ് കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കുക.
സംസാരിക്കട്ടെ. അന്യഭാഷ പറഞ്ഞ് സംസാരിക്കട്ടെ. Oh yes Lord, yes Lord, yes Lord, yes Lord. ഇപ്പോൾ നമ്മളെ അഭിഷേകം ചെയ്യണമേ. പ്രാപിച്ചോ. അന്യഭാഷകളിൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കട്ടെ. സംസാരിക്കുക. സംസാരിക്കുക. ഇപ്പോൾ പുറപ്പെടട്ടെ. ഇപ്പോൾ അധരത്തിൽ നിന്ന് സ്വർഗീയ ഭാഷ പുറപ്പെടട്ടെ. മകളെ നിറയ്ക്കണ കർത്താവേ. പരിശുദ്ധാത്മാവിനാൽ ഇപ്പോൾ മകളെ നിറയ്ക്കണം. അന്യഭാഷയിൽ ഇപ്പോൾ സംസാരിക്കട്ടെ. അന്യഭാഷയിൽ സംസാരിക്കട്ടെ. അന്യഭാഷ അടയാളത്തോടുകൂടെ. സ്വർഗീയ ഭാഷയിൽ ഇപ്പോൾ മകൻ സംസാരിക്കട്ടെ. ഇപ്പോൾ നിറയട്ടെ. വിവിധ ഭാഷകൾ ഭാഷാവരം പ്രാപിക്കുക 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 സ്വീകരിക്കുക.
കരകളടിച്ച് ശക്തിയോടുകൂടെ ചില നിമിഷങ്ങൾക്കൂടെ ദൈവത്തെ ശ്രദ്ധിച്ചു. ഞങ്ങളെ സ്പർശിച്ചതിനായി മുൻപിലേക്ക് വന്ന എല്ലാവരെയും അങ്ങ് തൊട്ടതിനായി വിവിധ നിലകളിൽ സ്പർശിച്ചതിനായി ചിലർ ഇപ്പോൾ തന്നെ അന്യഭാഷയിൽ സംസാരിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ചതിനായി എല്ലാവരുടെ മേലും അങ്ങയുടെ ശക്തിയെ പരിശുദ്ധാത്മാവെ അങ്ങയുടെ ശക്തി അയച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള നിമിഷങ്ങളിൽ ദൈവവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലത്തിലും അങ്ങയുടെ നാമം മഹത്വം എടുക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ദയവെല്ലാവർക്കും അതാതിരിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1 തെസ്സലോനിക്കർ 5-ാമത്തെ അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം വായിക്കുന്നു. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. 1 Thessalonians chapter 5 and verses 23. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും നിശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. കർത്താവാകുന്ന യേശു ക്രിസ്തു നമ്മെ അവിടുത്തെ രക്തം കൊടുത്ത് വീണ്ടെടുക്കുമ്പോൾ നമ്മെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ ആത്മാവിന് രക്ഷ, വീണ്ടെടുപ്പ്, നമ്മുടെ മനസ്സിന് സൗഖ്യം, നമ്മുടെ ശരീരത്തിന് വിടുതൽ, അങ്ങനെ നമ്മുടെ പൂർണ്ണ വ്യക്തിത്വത്തെ സ്പർശിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ആത്മീക ശുശ്രൂഷ. യേശുവിലൂടെ ലഭ്യമാകുന്ന വിടുതൽ. ആ 3 മേഖലകളെ കേന്ദ്രീകരിച്ച് ചില ചിന്തകൾ പറയുവാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ആമേൻ. സൃഷ്ടിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ, 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ, ആ സൃഷ്ടി ഏറ്റവും ശ്രേഷ്ഠമാകുന്നു. മറ്റ് പലതിനെയും സൃഷ്ടിച്ചതുപോലെയല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. പ്രപഞ്ചത്തിലുള്ള സൂര്യനെ, ചന്ദ്രനെ, പക്ഷികളെ, മൃഗങ്ങളെ ഒക്കെ ദൈവം സൃഷ്ടിച്ചപ്പോൾ വായിലെ വചനത്താൽ ദൈവം സൃഷ്ടിച്ചു. പുറപ്പെട്ട വചനം അവയെ സൃഷ്ടിച്ചു. എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മാത്രം തന്റെ സ്വന്തം കരങ്ങൾ കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. നിലത്തെ പൊടി കൊണ്ട് സ്വന്തം കരങ്ങൾ കൊണ്ടാകുന്നു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. അത് മനുഷ്യ സൃഷ്ടിയുടെ നിസ്തുലതയെ വ്യക്തമാക്കുന്നു. മൃഗങ്ങളെ പോലെയല്ല മനുഷ്യനിൽ ഒരു ശ്രേഷ്ഠതയുണ്ട്. ആമേൻ. നാം ഒരർത്ഥത്തിൽ ദൈവോദ്ദേശങ്ങളുടെ ഒരു വ്യക്തമാകുന്ന പ്രകടനമാകുന്നു. മറ്റു പലതിനേക്കാൾ ഉപരിയായി ദൈവത്തിന്റെ നിത്യമാകുന്ന ചില പദ്ധതികൾ നടപ്പിലാക്കുവാൻ വേണ്ടി വിശേഷമായി സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ആമേൻ. ആ ഗൗരവവും പ്രാധാന്യവും നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അവിടെ ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യഹോവയായ ദൈവം നില
നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ആമേൻ. നമ്മുടെ ശരീരം നിലത്തെ പൊടിയാകുന്നു. ആ പൊടിയിലേക്ക് മനുഷ്യരൂപം ദൈവം സൃഷ്ടിച്ചതിന് ശേഷം ആ പൊടിയിലേക്ക്, അവന്റെ മൂക്കിലേക്ക് ദൈവം തന്റെ വായിൽ നിന്ന് ജീവശ്വാസം ഊതി. ആ പുറപ്പെട്ട ശ്വാസമാണ് മനുഷ്യന്റെ ആത്മാവ്. ആ ശ്വാസം വന്ന് മണ്ണിൽ തട്ടിയപ്പോൾ ഉൽപാദിതമായതാകുന്നു മനുഷ്യന്റെ ജീവൻ, മനുഷ്യന്റെ പ്രാണൻ, മനുഷ്യന്റെ മനസ്സ്. ആമേൻ. അതിനാൽ എല്ലാവരിലും ദൈവാംശമുണ്ട്. മനുഷ്യരിൽ ദൈവാംശമുണ്ട്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യൻ വ്യത്യസ്തനാകുന്നു. നമ്മിൽ ദൈവാംശമുണ്ട്. ദൈവത്തിന്റെ വായിൽ നിന്ന് വന്ന ശ്വാസം നമ്മിലുണ്ട്. അത് നമ്മുടെ ആത്മാവാണ്. ആമേൻ. ദൈവാംശമുള്ളവരാണ് നാം ഓരോരുത്തരും. ആമേൻ. ദൈവാംശമുള്ള നാം ഓരോരുത്തരും ദൈവത്താൽ നിർമ്മിതമായ, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ആത്മാക്കളാകുന്നു. ശരീരത്തിൽ നാം ഇന്ന് വസിക്കുന്നു എങ്കിലും നമ്മുടെ വ്യക്തിത്വത്തിന്റെ യഥാർത്ഥ രൂപം എന്ന് പറയുന്നത് നാം എല്ലാവരും സ്പിരിറ്റ്സ് ആണ്, ആത്മാക്കളാകുന്നു. ആമേൻ. ഹല്ലേലൂയ. വരുവാൻ പോകുന്ന നിത്യതയിൽ നാം പ്രാപിക്കുവാൻ പോകുന്നത് ഒരു ആത്മീക ശരീരമാണ്. നാം ഓരോരുത്തരും ആത്മാക്കളാകുന്നതിനാൽ ആ ആത്മാവിനു മാത്രമേ ദൈവവുമായി ബന്ധപ്പെടുവാൻ കഴിയത്തുള്ളൂ. അവൻ ആദവനെ സംബന്ധിച്ചിടത്തോളം അവൻ ആത്മാവിൽ സജീവതയുള്ളവനായിരുന്നു, ജീവനുള്ളവനായിരുന്നു. ആത്മാവ് സജീവമായിരുന്നു. ആത്മാവിനാൽ, മനുഷ്യാത്മാവിനാൽ, അവനിലുള്ള ആത്മാവിനാൽ അവൻ മറ്റു കാര്യങ്ങളെ നിയന്ത്രിച്ചിരുന്നു. അവന്റെ മനസ്സിനെയും അവന്റെ ശരീരത്തെയും അവൻ നിയന്ത്രിച്ചിരുന്നു. ആ അർത്ഥത്തിൽ ആത്മാവ് അവന്റെ വ്യക്തിത്വത്തിൽ യജമാനനും അവന്റെ മനസ്സ് അവന്റെ വ്യക്തിത്വത്തിൽ സ്റ്റുവാർഡും കാര്യസ്ഥനും അവന്റെ ശരീരം അവന്റെ വ്യക്തിത്വത്തിൽ ദാസനുമായിരുന്നു. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശങ്ങൾ, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ആലോചനകൾ, ദൈവപരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിക്കുന്ന നിയോഗങ്ങൾ ആത്മാവിലൂടെ മനസ്സിനെയും ശരീരത്തെയും ഉപയോഗിച്ച് അവിടുന്ന് അവൻ നടപ്പിലാക്കിക്കൊണ്ടിരുന്നു. അവൻ നമുക്കറിയാവുന്നതുപോലെ ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ ഒരു വലിയ തകർച്ച സംഭവിച്ചു. അവൻ ആ തകർച്ചയ്ക്ക് മുന്നമേ ആദവനെ സംബന്ധിച്ചിടത്തോളം അവനെ മൂടിയിരുന്ന ഒരു മഹത്വം ഉണ്ടായിരുന്നു. അവൻ അതിന് വേണമെങ്കിൽ നമുക്ക് ഒറിജിനൽ ഗ്ലോറി എന്ന് പറയാം. ഈ ഭാഗത്ത് ഞാനൊരു കാര്യം പരാമർശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നാം ഒറിജിനൽ സിന്നിനെ കുറിച്ച് പറയുന്നവരാണ്, ആദ്യ പാപത്തെ കുറിച്ച് പറയുന്നവരാണ്. എന്നാൽ അതിനു മുന്നമേ മനുഷ്യനൊരു ഒറിജിനൽ ഗ്ലോറി ഉണ്ട്. ആമേൻ. ആദ്യ പാപമല്ല ആദ്യം സംഭവിച്ചത്, ദ ഒറിജിനൽ ഗ്ലോറി, ആദ്യ മഹിമയാണ് മനുഷ്യനിൽ ഉണ്ടായിരുന്നത്. നിങ്ങൾ ക്രിസ്തുവിലാകുമ്പോൾ സംഭവിക്കുന്നത് ആദ്യ മഹിമ റിസ്റ്റോർ ചെയ്യപ്പെടുകയാണ്, പുനഃസ്ഥാപിക്കപ്പെടുന്നു. ആമേൻ. പാപസംബന്ധമായി ദണ്ഡനങ്ങളും പീഡനങ്ങളും അനുഭവിച്ച് നിങ്ങൾ ജീവിക്കേണ്ട കാര്യമില്ല. പാപ കേന്ദ്രീകൃതരായി നിങ്ങൾ ജീവിക്കേണ്ട കാര്യമില്ല. മഹിമ കേന്ദ്രീകൃതരായി നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയും. തേജസ് കേന്ദ്രീകരിച്ച്, ഗ്ലോറി കേന്ദ്രീകരിച്ച് നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയും. ആമേൻ. മഹിമയാൽ മൂടപ്പെട്ടിരുന്ന മനുഷ്യൻ പാപരഹിതനായിരുന്നു. അവന് പാപം ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല. ആ അവസ്ഥയിലായിരുന്നു അവനായിരുന്നത്. എന്നാൽ ദൈവം കൊടുത്ത കൽപ്പന അവൻ ലംഘിച്ചതോടുകൂടെ പാപം അവനിൽ പ്രവേശിച്ചു. പാപം പ്രവേശിച്ച ആ നിമിഷം തന്നെ അവന് സംഭവിച്ചത് അവന്റെ ആത്മാവ് മരണാവസ്ഥയിലായി, ഉറക്കാവസ്ഥയിലായി. അവന്റെ ആത്മാവ് മരിച്ചുപോയി. ആമേൻ. മനുഷ്യരാശിയുടെ മുഴുവൻ അവസ്ഥ ആ സമയം മുതൽ ആത്മാവിൽ മരിച്ചവരായി തീർന്നു. ആമേൻ. യേശു ക്രിസ്തുവിനെ ഒരു വ്യക്തി കണ്ടുമുട്ടുമ്പോൾ സംഭവിക്കുന്നത് അവന്റെ ആത്മാവിന് വീണ്ടും ജീവൻ ലഭിക്കുന്നു. പരിശുദ്ധാത്മാവിൽ അവന്റെ ആത്മാവിന് ജീവൻ ലഭിക്കുന്നു. 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ 2-ാം ഭാഗത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നു. നമ്മുടെ ആത്മാവിന്, ദൈവവചനം കേട്ട സന്ദർഭത്തിൽ നമ്മുടെ ആത്മാവിന് ജീവൻ ലഭിച്ചത് ആമേൻ പരിശുദ്ധാത്മാവിനാലാകുന്നു. ആത്മാവിന് ജീവൻ കൊടുക്കുവാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയത്തുള്ളൂ. ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ അവിടുത്തെ വായിലെ ജീവശ്വാസം നമ്മിലേക്ക് ഊതിയതിനാൽ ദൈവാംശമാകുന്ന ആ ശ്വാസം നമ്മുടെ ആത്മാവാകുന്നു. ആ ആത്മാവിന് വീണ്ടും ജീവൻ കൊടുക്കുവാൻ
പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയത്തുള്ളൂ. ആമേൻ. 12-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവ് എന്ന് പറവാൻ ആർക്കും കഴിയുകയുമില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വരികയും നമ്മുടെ ആത്മാവിന് ജീവൻ ലഭിക്കുകയും ചെയ്തു. ആമേൻ. ആ നിമിഷം മുതൽ നാം ആത്മാവിൽ സജീവതയുള്ളവരായി തീർന്നു. ഞങ്ങൾ ആത്മീകമായി ജീവനുള്ളവരായതുകൊണ്ടാണ് ഈ രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് താല്പര്യം? നിങ്ങൾക്ക് ആത്മീകമായി നിങ്ങൾ ജീവനുള്ളവരാണ്. ആത്മാവിൽ ജീവനുള്ളവര് മാത്രമേ ഇവിടെ വന്നിരുന്ന ദൈവവചനം കേൾക്കുവാൻ കഴിയത്തുള്ളൂ. ആത്മാവിൽ ജീവനുള്ളവര് മാത്രമേ സ്തോത്രം പറയുവാൻ കഴിയത്തുള്ളൂ. ആത്മാവിൽ ജീവനുള്ളവര് മാത്രമേ പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ. ആത്മാവിൽ ജീവൻ പ്രാപിക്കണമെന്ന് കൂടുതൽ ആഗ്രഹമുള്ളവന് മാത്രമേ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാൻ വേണ്ടി മുന്നോട്ട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരത്തുള്ളൂ. Praise the Lord. Hallelujah. ആമേൻ. ആ ജീവൻ നമ്മിൽ വ്യാപരിക്കുന്നതിനാൽ, പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ആത്മാവിൽ ജീവൻ വ്യാപരിക്കുന്നതിനാൽ അതിനെ നിലനിർത്തുകയും ആ ജീവനെ വർദ്ധിപ്പിക്കുകയും ആ ജീവൻ നമ്മുടെ വ്യക്തിത്വത്തിൽ പൂർണ്ണമായി പൂരിതമാകുവാൻ വേണ്ടി, സാച്ചുറേറ്റഡ് ആകുവാൻ വേണ്ടി ആമേൻ നാം ദിനംതോറും പരിശുദ്ധാത്മാവിനോട് സഹകരിക്കുകയും ചെയ്യേണ്ടത് വളരെ അനിവാര്യമാകുന്നു. ആ ഭാഗത്ത് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ നാം എപ്പോഴും അറിയുന്ന രഹസ്യങ്ങളാണ്. എന്നാൽ പലപ്പോഴും നാം അതിൽ തളർന്നു പോകും. ആമേൻ. അത് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങളെ ഉണർത്തിയുറപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് നിങ്ങളുടെ ആത്മാവിന്റെ ജീവനാണ്. ആ ആത്മാവിന്റെ ജീവനെ നിലനിർത്തുക എന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബാധ്യത. ആമേൻ. സാധാരണ മനുഷ്യൻ ഇത് മനസ്സിലാക്കാതെ അവൻ വസ്തുലോകത്തിൽ ജീവിക്കുന്നതിനാൽ അവന്റെ ശരീരം വസ്തുവാകുന്നു. ആ വസ്തുവിന് വേണ്ടി അവൻ ജീവിക്കുന്നു. ആമേൻ. ദിനംതോറുമുള്ള അധ്വാനം, ദിനംതോറുമുള്ള ജോലി, ദിനംതോറുമുള്ള ഭക്ഷണം, ദിനംതോറും പാർക്കുവാനുള്ള വീട്, ഭാവിക്ക് വേണ്ടിയുള്ള ആ പണസമ്പാദനം, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള പണസമ്പാദനം, ഇതെല്ലാം ആവശ്യമാണ്. പക്ഷേ നിന്റെ ആത്മാവിന്റെ ജീവനെ കെടുത്തിക്കൊണ്ട് നീ വസ്തുലോകത്തിന് വേണ്ടി ജീവിക്കരുത്. Praise the Lord. Hallelujah. ആമേൻ. വസ്തുലോകം നൽകിത്തരുന്ന വസ്തുക്കൾക്ക് നിന്നെ സംതൃപ്തിപ്പെടുത്തുവാൻ കഴിയത്തില്ല. ആമേൻ. ഈ മർമ്മം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ആമേൻ. നിങ്ങൾ തോമസ് ആകുന്നുവെങ്കിൽ, നിങ്ങൾ ശിവയാകുന്നുവെങ്കിൽ, നിങ്ങൾ ഈ പുറത്തു കാണുന്ന വസ്തുവല്ല. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവാണ് നിങ്ങളുടെ യഥാർത്ഥ പ്രോത്സാഹനം. Praise the Lord. Hallelujah. നിങ്ങൾക്ക് അങ്ങനെയെങ്കിൽ സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ ആകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യന്റെ ആവശ്യം എന്ന് പറയുന്നത് സംതൃപ്തി തേടുന്നവനാകുന്നു, ആശ്വാസം തേടുന്നവനാകുന്നു, സമാധാനം തേടുന്നവനാകുന്നു, സന്തോഷം തേടുന്നവനാകുന്നു. ആമേൻ. അതെങ്ങനെ നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിയും? വസ്തുക്കളിലൂടെ സാധ്യമല്ല. Praise the Lord. Hallelujah. ഒരു മനോഹരമാകുന്ന വീട് നിങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങൾ വീടിന് വേണ്ടി ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കത് ലഭ്യമായി കഴിയുമ്പോൾ, അതിനകത്ത് പ്രവേശിച്ച് 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ വീട് നിങ്ങൾക്ക് സംതൃപ്തി തരുന്നില്ല. സത്യസന്ധമാകുന്ന കാര്യമാണ്. ആമേൻ. വസ്തുക്കളിലൂടെ നിങ്ങൾ സംതൃപ്തി നേടുവാൻ വേണ്ടി ഏത് വലിയ സൂപ്പർ മാർക്കറ്റിൽ പോയി എല്ലാ സാധനങ്ങളും നിങ്ങൾ വാങ്ങിക്കൊള്ളുക. അതിലൂടെ നിങ്ങൾക്ക് സംതൃപ്തി നേടുവാൻ കഴിയുകയില്ല. ആമേൻ. ഹല്ലേലൂയ. അതാണ് ഈ ലോക മനുഷ്യൻ. അവൻ ടൂർ പോയിട്ടും അവൻ സാറ്റിസ്ഫൈഡ് അല്ല. അതുകൊണ്ടാണ് ഈ ലോകത്തിലെ മനുഷ്യൻ ഭാര്യ ഒന്നെടുത്തു, 2ാമത്തെ ഭാര്യ എടുത്തു, 3ാമത്തെ ഭാര്യ എടുത്തു, 4ാമത്തെ ഭാര്യ എടുത്തു. അവൻ സംതൃപ്തനല്ല. ഹല്ലേലൂയ. ഭാര്യയെ മാറിയത് കൊണ്ട് സംതൃപ്തി കിട്ടത്തില്ല. കാറ് മാറിയത് കൊണ്ട് സംതൃപ്തി കിട്ടുകയില്ല. വീട് മാറിയത് കൊണ്ട് സംതൃപ്തി കിട്ടുകയില്ല. നീ ഒരു ആത്മാവാകുന്നു. പരിശുദ്ധാത്മാവിന് മാത്രമേ നിനക്ക് സംതൃപ്തി തരുവാൻ കഴിയത്തുള്ളൂ. ഈ യൗവനക്കാർ ഇവിടെ നിന്ന് കൈയടിക്കുകയും അന്യഭാഷ പറയുകയും ചെയ്യുന്നത് അവർക്ക് ബുദ്ധിഭ്രമമുള്ളത് കൊണ്ടല്ല, അവരൊരു സത്യം മനസ്സിലാക്കിയത് കൊണ്ടാണ്. അവർക്ക് മനസ്സിലായി വസ്തുക്കൾക്ക് സംതൃപ്തി തരുവാൻ കഴിയില്ല, പരിശുദ്ധാത്മാവിന് മാത്രമേ സംതൃപ്തി തരുവാൻ കഴിയുള്ളൂ.
നല്ലതുപോലെ ദൈവത്തെ ശ്രദ്ധിച്ചു. നല്ലതുപോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ ശരീരങ്ങളിലൂടെ ഇപ്പോൾ വ്യാപരിക്കണം. നിങ്ങളുടെ ശരീരങ്ങളിൽ വ്യാപരിക്കണം. ആത്മശക്തി അഭിഷേകമായി, ആത്മശക്തി ദൈവ സാന്നിധ്യമായി, ആത്മശക്തി ആരാധനയാണ് ഇപ്പോൾ നിങ്ങളുടെ ശരീരങ്ങളിൽ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഈ മരണം നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കുവാൻ ഇടവരട്ടെ. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുകയും വെളിപ്പാട് നിങ്ങൾ പ്രാപിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആത്മാവിന് വേണ്ടി ഇപ്പോഴേ സംഭരിക്കും. അടുത്തൊരു 50 വർഷം നിങ്ങൾക്ക് നഷ്ടപ്പെടുകയില്ല. ആമേൻ. 45 വയസ്സുള്ളൊരു വ്യക്തി ആമേൻ കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്ന സന്ദർഭത്തിൽ എന്നോട് പറഞ്ഞു, സഹോദര, എൻ്റെ 45 വർഷം നഷ്ടമായി. താൻ പെന്തിക്കോസ്തുകാരനായിരുന്നു, 3ാം തലമുറ പെന്തിക്കോസ്തുകാരനായിരുന്നു. ആമേൻ. ബിസിനസ്സായി മറ്റു പല കാര്യങ്ങളായി അതിൻ്റെ പിന്നാലെ സഞ്ചരിച്ച് അതിൽ നിന്നൊന്നും സംതൃപ്തി തേടുവാൻ കഴിയാതെ 45ാമത്തെ വയസ്സിൽ യഥാർത്ഥമായ ഒരു സമർപ്പണത്തിലേക്ക് ദൈവസന്നിധിയിൽ വരുമ്പോൾ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്, എൻ്റെ ദീർഘവർഷങ്ങൾ എനിക്ക് നഷ്ടമായി. ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കും ആ നഷ്ടം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കൊരു ദിവസം പോലും നഷ്ടമാകുവാൻ ഇടവരരുത്. ആമേൻ. നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ സജീവതയുള്ളവരായി, ജീവനുള്ളവരായി, ആമേൻ, നിങ്ങളുടെ ആത്മീക കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാൻ വിശ്വസിക്കുന്നു. Praise the Lord. Hallelujah. ആ സാമ്പത്തിക ആവശ്യങ്ങളല്ല നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്. ആമേൻ. ജോലിയല്ല നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്. വീടല്ല നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കട്ടെ, ഓവർ ടൈം എന്ന് പറയുന്നതല്ല നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ്, നമുക്ക് വേണ്ടത് യേശുവിനെയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ ഇത് പ്രവേശിക്കുകയാണെങ്കിൽ മറ്റാരേക്കാൾ നന്നായിട്ട് നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ പോകുന്നു. മറ്റാരേക്കാൾ ആമേൻ ഓവർ ടൈം ചെയ്ത് അധ്വാനിക്കുന്ന മറ്റാരേക്കാൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നിങ്ങൾ ഇവിടെ ജീവിക്കുവാൻ പോകുകയാണ്. Hallelujah. Praise the Lord. മുൻഗണനകൾ ക്രമീകരിക്കപ്പെടുക. നിങ്ങളുടെ ജീവിതത്തിൽ മുൻഗണനകൾ ക്രമീകരിക്കപ്പെടട്ടെ. ആദമിനെയും ഹവ്വയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ആ വൃക്ഷത്തിലെ ഫലം തിന്നുന്ന സന്ദർഭത്തിൽ അവരുടെ സമീപനത്തെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത് പല നിലകളിൽ നമുക്ക് ആ പ്രത്യേക സംഭവത്തോട് സമീപിക്കുവാൻ കഴിയും. ഞാനിങ്ങനെ ഒരു നിലയിൽ അതിനോട് സമീപിക്കുകയാണ്. 3-ാമത്തെ അധ്യായത്തിൽ അവിടെ അവർക്ക് കൊടുത്തിരുന്ന അനുവാദം എന്ന് പറയുന്നത് ആ തോട്ടത്തിലെ സകല വൃക്ഷത്തിന്റെയും ഫലം തിന്നുവാൻ അവർക്ക് അനുവാദം ഉണ്ടായിരുന്നു. ഒരൊറ്റ വൃക്ഷം, നന്മ തിന്മകളെ തിരിച്ചറിയുന്ന വൃക്ഷത്തിന്റെ ഫലം മാത്രം തിന്നരുതെന്നാണ് ദൈവം അവരോട് കൽപ്പിച്ചിരുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ ആ പറുദീസയിൽ, ആ ഏദൻ തോട്ടത്തിൽ ജീവവൃക്ഷം ഉണ്ടായിരുന്നു. വേണമെങ്കിൽ ഇവർക്ക് നേരെ പോയി ജീവവൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കാൻ അനുവാദമുണ്ടായിരുന്നു. ആ തോട്ടത്തിലെ സകല വൃക്ഷത്തിന്റെയും ഫലം തിന്നുവാൻ അവർക്ക് അനുവാദമുണ്ടായിരുന്നു. എന്നാൽ അവര് ആ വൃക്ഷങ്ങൾ, എണ്ണമില്ലാതെയുള്ള വൃക്ഷങ്ങൾ, ആ വൃക്ഷങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നത് അതിൽ അവർ അസംതൃപ്തരായതുകൊണ്ടാണോ, എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? ഞാൻ അതിനെ ഇങ്ങനെ സമീപിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ പശ്ചാത്തലവുമായി ബന്ധപ്പെടുത്തി ഞാൻ ഇങ്ങനെ സമീപിക്കുകയാണ്. അവർ ഉള്ള നന്മകളെ ഓർത്ത് നന്ദിയുള്ളവരായിരുന്നില്ല.
അവർക്കില്ലാതെ ഇരുന്ന ഒരു ചെറിയ കാര്യത്തെ ഓർത്ത് ഒരു വൃക്ഷത്തിന്റെ ഫലം തിന്നുവാൻ കഴിയുകയില്ല എന്ന ആ ചെറിയ കാര്യത്തെ ഓർത്ത് കൂടെ കൂടെ വ്യാകുലപ്പെടുവാൻ തുടങ്ങി. അയ്യോ, ഞങ്ങൾക്ക് ഇതില്ലല്ലോ, ഞങ്ങൾക്ക് ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നുവാൻ കഴിയില്ലല്ലോ, ഞങ്ങൾക്ക് ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നുവാൻ കഴിയില്ലല്ലോ. ആമേൻ. അത് തന്നെയല്ലേ മനുഷ്യന്റെ ഇന്നത്തെ സമീപനം എന്ന് പറയുന്നത്. ആമേൻ. നിങ്ങൾക്കുള്ള നന്മകളെ ഓർത്ത് നിങ്ങൾ നന്ദി പറയുവാൻ തുടങ്ങിയാൽ ഈ ആയുസ് തികഞ്ഞു പറ്റത്തില്ല. പക്ഷെ നാം അറിയാതെ നമുക്കില്ലാത്ത ചില കാര്യങ്ങളെ ചൊല്ലി പരാതി പറയുന്നവരായി തീരുകയാണ്. അതൊരു ബന്ധനമങ്ങ് പൊട്ടട്ടെ. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ആ ബന്ധനമങ്ങ് പൊട്ടട്ടെ. ഉള്ള നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അവൻ ഇല്ലാത്തതിനെ ചൊല്ലി എനിക്ക് ഈ നന്മയില്ല, എനിക്ക് ഈ അനുഗ്രഹമില്ല, എനിക്ക് ഈ വിടുതലില്ല, അതിനെ ചൊല്ലി പരാതി പറയുന്നത് നിർത്തിയിട്ട് നിനക്കുള്ള അനുഗ്രഹങ്ങളിലേക്ക് നിന്റെ ശ്രദ്ധയെ തിരിച്ചുവിടുക. അവൻ ഞാൻ ചിലരുമായി സംസാരിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ പറയും. ചിലരിനോട് പറഞ്ഞത് 10,000 പൗണ്ട് ഇൻകം വരുന്നുണ്ട്. രണ്ടുപേരും കൂടെ ജോലി ചെയ്യുമ്പോൾ 10,000 പൗണ്ട് ഒക്കെ ഇൻകം വരുന്നുണ്ട്. പക്ഷെ ഇതുവഴി ചിലവായി പോകുന്നില്ല. എങ്ങനെ ചിലവായി പോകുന്നു എന്ന് അറിയത്തില്ല. അത് പല വഴിക്ക് പോവുകയാണ്. മാസാവസാനം വീണ്ടും കടം മേടിക്കുവാൻ ഇടവരുന്നു. അതൊരു ശാപം തന്നെയാണ് കേട്ടോ. പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് 3,000 പൗണ്ടുള്ള ആളിന് 5,000 പൗണ്ട് കിട്ടുന്നതല്ല പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത്. പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് 3,000 പൗണ്ടുള്ള വ്യക്തിക്ക് അത് തികഞ്ഞു പറ്റിയതിന് ശേഷം മിച്ചം വയ്ക്കുവാൻ കഴിയുന്നതാണ് പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത്. കൂടുതൽ കിട്ടാൻ വേണ്ടി ആരും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ഒരു 10 രൂപയുണ്ടെങ്കിൽ അത് 10 കൂട്ടം കാര്യത്തിന് അതിന് പ്രയോജനപ്പെടുകയും അതിനുശേഷം 2 രൂപ മിച്ചം വെക്കുവാൻ ചെയ്യുന്നതാണ് പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നിന്റെ ഉള്ള നന്മയെ അനുഗ്രഹിക്കുവാൻ ദൈവം പ്രാപ്തിയുള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്. പുതിയത് ചിലത് കിട്ടിയിട്ടല്ല നീ വിടുവിക്കപ്പെടുവാൻ പോകുന്നത്. നിലവിലുള്ളതിന്റെ മേൽ അനുഗ്രഹത്തെ കർത്താവ് അയക്കുവാൻ പോകുകയാണ്. നിലവിലുള്ളതിന്റെ മേൽ വിടുതലിനെ കർത്താവ് അയക്കുവാൻ പോകുകയാണ്. നിലവിലുള്ളതിന്റെ മേൽ ദൈവത്തിന്റെ സമൃദ്ധി വെളിപ്പെടുവാൻ പോകുകയാണ്. അറിയാതെ നമ്മൾ ഈ ഇല്ലായ്മകളിലേക്ക് ശ്രദ്ധ തിരിഞ്ഞ് അവിടെ നമ്മൾ കുടുങ്ങിക്കിടക്കുവാൻ ഇടവരും. ഞാൻ അങ്ങനെയുള്ളവരോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെയല്ല നോക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ നന്മയിലേക്ക് ശ്രദ്ധ തിരിക്കാൻ പറയും. നിങ്ങളുടെ സമപ്രായക്കാരായിട്ടുള്ള പലരും ഇപ്പൊ ഇന്ത്യയിൽ എന്ത് ചെയ്യുക? പലരും ഓട്ടോറിക്ഷ ഓടിച്ചു നടക്കുക, ജോലിയില്ലാതെ നടക്കുകയാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നടക്കുകയാണ്. അതിന്റെ നടുവിൽ ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നു. ഇന്നും നീ ആരോഗ്യമുള്ള വ്യക്തിയായിട്ട് ഇവിടെ ആയിരിക്കുന്നു. പാർക്കാൻ നിനക്കൊരു വീടുണ്ടോ? ഒരു ജോലി നിനക്കുണ്ടോ? നന്ദി പറഞ്ഞാൽ നമ്മുടെ ജീവിതം തികഞ്ഞു പറ്റത്തില്ല. ഈ ജീവിതം പോരാതെ വരും. പ്രിയമുള്ളവരെ, ഇല്ലാത്ത പഴത്തെ ചൊല്ലി പരാതി പറയുന്നത് അവസാനിപ്പിച്ചിട്ട് ഈ തോട്ടത്തിൽ ദൈവം നമുക്ക് വേണ്ടി നട്ടിരിക്കുന്ന ധാരാളമായിട്ടുള്ള വൃക്ഷങ്ങളുടെ ഫലം ഭക്ഷിച്ച് ദൈവത്തിന് ദിനം തോറും നന്ദി പറയുവാൻ നീ തയ്യാറാകുകയാണെങ്കിൽ സമർത്ഥന
Praise God. Hallelujah. അവിടെ നാം നമ്മുടെ ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുവാനിടവരും. ആമേൻ. വ്യക്തിപരമായി ക്രിസ്തുവുമായുള്ള ബന്ധം വർദ്ധിപ്പിച്ചെടുക്കുവാൻ നാം തയ്യാറാകും. ആ ഇന്റിമസി, അടുപ്പം വർദ്ധിക്കുവാൻ ഇടവരും. പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം നാം കണ്ടെത്തിയിരിക്കും. അവൻ ദൈവവചനത്തിന്റെ ആഴങ്ങൾ അറിയുവാനും കേൾക്കുവാനും വേണ്ടി നാം താല്പര്യമുള്ളവരായിരിക്കും. ആമേൻ. കർത്താവിനെ ആരാധിക്കുവാൻ നാം താല്പര്യമുള്ളവരായിരിക്കും. അവൻ ഞായറാഴ്ച അതുവഴി ഇതുവഴി ഒന്നും നമ്മൾ പോകുകയില്ല. നമ്മൾ ആമേൻ നേട്ടമുണ്ടായാലും കൂടുതൽ കിട്ടിയാലും നമ്മൾ പോകുകയില്ല. നാം ദൈവസന്നിധിക്ക് വേണ്ടി അത് വേർതിരിക്കുവാനിടവരും. ദൈവമക്കളെ, ഇങ്ങനെയുള്ള ചില പ്രിൻസിപ്പിൾസ് ഉള്ളവരായിരുന്നു നമ്മുടെ മാതാപിതാക്കന്മാരെന്ന് ഓർത്തുകൊണ്ട്. കേരളത്തിലെ മാതാപിതാക്കന്മാർക്ക് അങ്ങനെ ചില പ്രിൻസിപ്പിൾസ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ദൈവം നമ്മളെയൊക്കെ അയച്ചിരിക്കുന്നത്. അതിനാൽ അത് നമ്മൾ തുടരുവാൻ നമുക്കൊരു ബാധ്യതയുണ്ട്. നീ അത് തുടരുവാൻ തയ്യാറാകുകയാണെങ്കിൽ നിന്റെ തലമുറയും അത് തുടരുവാൻ തയ്യാറാകും. നീ ഞായറാഴ്ച ഓവർ ടൈം ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നിന്റെ തലമുറ അത് കണ്ടു വളർന്നാൽ അതും അത് തന്നെ തുടരുവാനിടവരും. പിന്നെ അതൊന്നും ഒരിക്കലും പള്ളി കയറത്തു പോലുമില്ല. ഇവിടുത്തുകാർക്ക് വന്നത് നമുക്ക് അനുഭവിക്കാതിരിക്കുവാൻ വേണ്ടി നമുക്കൊരു ബാധ്യതയുണ്ട്. ദൈവത്തിന് വേണ്ടി ചില നിലപാടുകൾ എടുക്കുവാൻ, ദൈവത്തിന് വേണ്ടി ചില തീരുമാനങ്ങൾ എടുക്കുവാൻ, യേശുവിന് വേണ്ടി നിൽക്കുവാൻ നമുക്ക് ചില ബാധ്യതകളുണ്ട്. ആരൊക്കെ എതിർത്ത് കഴിഞ്ഞാലും നാം ആ നിലപാട് എടുക്കുവാൻ പോകുകയാണ്. നമ്മുടെ ആത്മാവിന് ജീവനും ആത്മാവിന്റെ സജീവമായ അവസ്ഥയും ജീവനുള്ള അവസ്ഥയും നാം നിലനിർത്തുവാൻ പോകുന്നു. ആമേൻ. ഹല്ലേലൂയ. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മെ കൊണ്ടെത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അവസ്ഥയാണ്. നമ്മുടെ ആത്മാവിൽ ദൈവശക്തി നിറയുവാനിടവരും. ദൈവത്തിന്റെ എനർജി നമ്മുടെ ആത്മാവിൽ നിറയുവാനിടവരും. ആമേൻ. ആത്മാവിൽ ദൈവത്തിന്റെ എനർജി നിറയുകയാണ് എങ്കിൽ നമുക്കത് പുറപ്പെടുവിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ പുറപ്പെടുവിക്കുവാൻ വേണ്ടി അതിന്റെ രണ്ടാമത്തെ ഭാഗവും വളരെ പ്രധാനപ്പെട്ടതാണ്. പുറപ്പെടുവിക്കുവാൻ വേണ്ടി നാം തയ്യാറാകുമ്പോൾ നമ്മുടെ ആത്മാവിൽ നിറയുന്ന ദൈവശക്തി, ആത്മീകമായി നാം സജീവത ഉള്ളവരായിരിക്കുമ്പോൾ, ജീവനുള്ളവരായിരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൽ നിറയുന്ന ദൈവശക്തി പുറപ്പെടുവിക്കുവാൻ വേണ്ടി നമ്മുടെ മനസ്സും ശരീരവും ആവശ്യമാണ്. അതിനാൽ നമ്മുടെ മനസ്സിലും ഒരു വലിയ മാറ്റം സംഭവിക്കേണ്ടത് ആവശ്യം. ആമേൻ. തെസ്സലോനിക്ക ലേഖനത്തിൽ നാം വായിച്ചതുപോലെ നമ്മുടെ പ്രാണനെയും കർത്താവ് സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു. ദയവായി റോമാലേഖനം അതിന്റെ 12-ാമത്തെ അധ്യായത്തിലെ വാക്യം നമുക്ക് എല്ലാവർക്കും മനഃപാഠം അറിയാവുന്ന വാക്യമാണ്. ആ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. 12-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം മുതൽ 1, 2, 3 വാക്യങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആമേൻ. നാം സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുകയും ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. അവൻ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. നമുക്കൊരു ബാധ്യതയുണ്ട്. ആമേൻ. കർത്താവ് ആത്മാവിനെ ആമേൻ ജീവനുള്ളതാക്കി ദൈവബന്ധത്തിൽ നമ്മെ എത്തിച്ച് ആമേൻ നമ്മുടെ ആത്മാവിൽ ദൈവശക്തി നിറഞ്ഞു നിൽക്കുമ്പോൾ നമുക്കുള്ളൊരു ബാധ്യതയാണ് നമ്മുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിനോട് നാം സഹകരിക്കുവാൻ തയ്യാറാകണം. 1 കൊരിന്ത്യർ 2-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, നമുക്കെല്ലാവർക്കും ക്രിസ്തുവിന്റെ മനസ്സ് ലഭിച്ചിരിക്കുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 16-ാം വാക്യത്തിൽ കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവൻ ആർ? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. അവൻ അവിടെ നാം രക്ഷിക്കപ്പെട്ട സന്ദർഭത്തിൽ തന്നെ കർത്താവ് നമുക്ക് ക്രിസ്തുവിന്റെ മനസ്സ് നൽകി തന്നിരിക്കുന്നു. ഏറ്റവും മനുഷ്യൻ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ പ്രധാനമായി നടക്കുന്നത് മനസ്സിലാണ്. എൻ്റെ ആത്മാവിലും ശരീരത്തിലുമെല്ലാം കാതലായ സംഘർഷം നടക്കുന്നത് അവൻ്റെ മനസ്സിലാണ് സംഘർഷം നടക്കുന്നത്. ആദാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വീണു പോയതോടുകൂടെ മനുഷ്യന്റെ മനസ്സ് മുഴുവൻ സംഘർഷപൂരിതമായി തീർന്നു. ആ സംഘർഷപൂരിതമായി തീർന്ന മനസ്സിനെ വീണ്ടും കർത്താവിന്റെ മനസ്സ് കൊടുത്ത് പുതുക്കുവാൻ ആഗ്രഹിക്കുന്നു. രക്ഷിക്കപ്പെട്ട സമയത്ത് തന്നെ കർത്താവ് നമുക്ക് എല്ലാവർക്കും അവിടുത്തെ മനസ്സ് നൽകിയിരിക്കുന്നു. ഫിലിപ്പിയ ലേഖനത്തിലും നമുക്കതാണ് കാണുവാൻ കഴിയുന്നത്. 2-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശുവിന്റെ ഭാവമുള്ളവരായിരിപ്പീൻ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ
കർത്താവിന്റെ മനസ്സ്, ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ, ക്രിസ്തുവേശുവിലുള്ള മനസ്സെന്നാണ് ആ ഒറിജിനൽ വരുന്നത്. ക്രിസ്തുവേശുവിലുള്ള മനസ്സ് തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഈ മനസ്സ്, ക്രിസ്തുവേശുവിലുള്ള മനസ്സ്, ക്രിസ്തുവിന്റെ മനസ്സ്, ആ ക്രിസ്തുവിന്റെ മനസ്സ് രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. എന്നാൽ റോമാലേഖനത്തിൽ നാം പരിശുദ്ധാത്മാവിനോട് സഹകരിക്കുന്നതിന്റെ ഭാഗമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം തന്നെ നമ്മുടെ പഴയ മനസ്സിന്റെ ഭാവങ്ങളും സ്വഭാവങ്ങളും നമ്മിൽ പ്രകടമാകുമ്പോൾ നമ്മൾ അത് നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കാതെ നമ്മിൽ പുതുതായി ലഭിച്ചിരിക്കുന്ന ക്രിസ്തുവിന്റെ മനസ്സിനെ പുറപ്പെടുവിക്കുവാൻ തയ്യാറാകണം. ഗലാത്യ ലേഖനത്തിൽ അതിന്റെ 5-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വാക്യമാണ്. ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 6-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. ആമേൻ. നിങ്ങൾ ക്രിസ്തുവിലായിരിക്കുമ്പോൾ വർഷങ്ങൾ എടുത്തല്ല ദൈവം നമ്മെ പുതിയ സൃഷ്ടിയാക്കുന്നത്. എന്ന് നിങ്ങൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചോ അന്ന് നിങ്ങളൊരു പുതിയ സൃഷ്ടിയായി തീർന്നു. ആ സമയത്ത് തന്നെ നിങ്ങളൊരു പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നു. പുതിയ സൃഷ്ടി എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ശ്രദ്ധിച്ച് യോഹന്നാന്റെ സുവിശേഷം വായിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൽ നിന്നാകുന്നു പുതിയ സൃഷ്ടി സംഭവിച്ചിരിക്കുന്നത്. ആ വാക്യം ഒന്ന് വായിക്കുന്നത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിന്റെ 12-13 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അടുത്ത വാക്യം ശ്രദ്ധേയമാണ്. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ഒരത്ഭുതം ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ നല്ലതാണ്. മനുഷ്യനെ, ആദാമിനെ സൃഷ്ടിച്ചതിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മിൽ പുതിയ മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. നമ്മെ പുതിയ സൃഷ്ടിയാക്കുന്നതും ആദാമിനെ സൃഷ്ടിച്ചതും തമ്മിൽ വ്യത്യാസമുണ്ട്. ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ നിലത്തെ പൊടി കൊണ്ടാണ് അവനെ സൃഷ്ടിച്ചത്. എന്നാൽ ദൈവം നമ്മെ പുതിയ സൃഷ്ടിയാക്കുമ്പോൾ നിലത്ത് നിന്നല്ല നമ്മെ സൃഷ്ടിക്കുന്നത്, സ്വർഗത്തിൽ നിന്നാണ് നമ്മെ സൃഷ്ടിക്കുന്നത്. ശരിയാണ്, നിങ്ങളുടെ ശരീരത്തിൽ മണ്ണുണ്ട്, പക്ഷെ നിങ്ങളുടെ പുതിയ മനുഷ്യനിൽ കാർണാലിറ്റി ഇല്ല. പുതിയ മനുഷ്യനിൽ മണ്ണില്ല. ആമേൻ. ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ പഴയ മനുഷ്യൻ സജീവമാകുവാൻ വേണ്ടി ശ്രമം നടത്തും, തല ഉയർത്തുവാൻ വേണ്ടി ശ്രമം നടത്തും. വെളിപ്പാടുള്ള ഒരു ദൈവവേദന അവനോട് പറയും, നീ അവിടെ അടങ്ങിയിരിക്കും, നിന്നെ കീഴ്പ്പെടുത്തുന്ന ഒരു പുതിയ സൃഷ്ടി എന്നിലുണ്ട്. അഥവാ നീ അല്ല സത്യം, എന്നിലെ പുതിയ സൃഷ്ടിയാണ് സത്യം. അത് തന്നെയാണ് നമ്മുടെ പഴയ മനസ്സിനോടുള്ള സമീപനം എന്ന് പറയുന്നത്. നമ്മിൽ ഒരു പുതിയ മനസ്സിനെ കർത്താവ് നൽകിയിരിക്കുകയാണ്. ക്രിസ്തുവിന്റെ മനസ്സിനെ നൽകിയിരിക്കുകയാണ്. ആ ക്രിസ്തുവിന്റെ മനസ്സ് നമ്മിൽ ഉള്ളപ്പോൾ പഴയ മനസ്സിന്റെ ഏതെങ്കിലും സ്വഭാവങ്ങൾ നമ്മിൽ പ്രകടമാകുന്നു എങ്കിൽ ആ മനസ്സിനെ കീഴ്പ്പെടുത്തുവാൻ തക്കവണ്ണം നാം നമ്മുടെ വെളിപ്പാടിനെ പുറപ്പെടുവിക്കുകയാണ്. നീ അല്ല സത്യം, പഴയ മനസ്സേ, നീ അല്ല സത്യം, എന്നിലുള്ള ക്രിസ്തുവിന്റെ മനസ്സാണ് സത്യം. Praise the Lord. Hallelujah. Amen. Hallelujah. ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി നാം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ആത്മാവിൽ ലഭിക്കുന്ന ദൈവശക്തിയെ നാം പുറപ്പെടുവിക്കുവാൻ പോകുകയാണ്. Praise the Lord. Hallelujah. ക്രിസ്തുവിന്റെ മനസ്സ് ആ നിലയിൽ വരുമ്പോൾ നേരിടുന്ന അനേകം സംഘർഷങ്ങളുണ്ട്. നമ്മുടെ മനസ്സ് നേരിടുന്ന ചില സംഘർഷങ്ങളുണ്ട്. ആ രൂപാന്തരം സംഭവിക്കുവാൻ വേണ്ടി നാം പരിശുദ്ധാത്മാവോട് സഹകരിക്കുമ്പോൾ ആ സംഘർഷങ്ങളെ എങ്ങനെ അതിജീവിക്കാമെന്ന് 1-2 ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്നതിലൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. മനസ്സ് നേരിടുന്ന 1-2 സംഘർഷങ്ങൾ, എല്ലാ സംഘർഷങ്ങളും വിശദീകരിക്കുവാൻ സമയമില്ല. ഒരു പ്രധാനപ്പെട്ട സംഘർഷമാണ് ആകുലതകൾ, വ്യാകുലതകൾ.
നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട സംഘർഷമാണ്. മത്തായിയുടെ സുവിശേഷം അതിന്റെ 6-ാമത്തെ അധ്യായത്തില് നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു തന്നെ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. ആകുലതകളും വ്യാകുലതകളും അതില്ലാത്തവരായിട്ട് ആരും കാണുകയില്ല. ആൻസൈറ്റീസ്, കെയേഴ്സ് ഓഫ് ദിസ് ലൈഫ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ഭാവിയെ കുറിച്ചുള്ള ആൻസൈറ്റീസ് അല്ലെങ്കിൽ നിലവിലുള്ള സംഘർഷങ്ങളെ കുറിച്ചുള്ള വ്യാകുലതകളുണ്ട്. വ്യാകുലതകൾ എവിടെയാണ് സംഭവിക്കുന്നത്? വ്യാകുലതകൾ ആത്മാവിലാണോ സംഭവിക്കുന്നത്, അതോ വ്യാകുലതകൾ ശരീരത്തിലാണോ സംഭവിക്കുന്നത്? നോ, രണ്ടിടത്തുമല്ല. വ്യാകുലതകൾ സംഭവിക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. ഈ മനസ്സ്, ഹൃദയം, ഇതിനെ നഷ്ടപ്പെടുത്താതെ ദൈവകൃപയിൽ ഈ ഹൃദയത്തെ ദൈവവചന പ്രകാരം നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ ജയിച്ചു. അതാണ് പൗലോസ് റോമാലേഖനം 8-ാം അധ്യായം 37-ാം വാക്യത്തിൽ പറയുന്നത്. ഇതിലൊക്കെയും കുറെ ലിസ്റ്റ് പറയുന്നുണ്ട്. ഇതിലൊക്കെയും ഞങ്ങൾ പൂർണ്ണജയം പ്രാപിക്കുന്നു. അതേ, കടന്നു പോകുന്നത് ചെറിയ പ്രതിസന്ധികളിലൂടെയൊന്നുമല്ല. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ തലയും കുത്തി വ്യാകുലപ്പെടുമായിരുന്നു. നമുക്ക് ഉറക്കം വരത്തില്ലായിരുന്നു. നമ്മൾ നെഞ്ചത്തടിച്ച് ലോകരെ മുഴുവൻ ഫോൺ ചെയ്ത് നമ്മുടെ വിഷയങ്ങൾ പറയുമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് പറയുവാനുള്ളത്, ക്രിസ്തു എന്റെ ഉള്ളിലുള്ളതിനാൽ ഇതിലൊക്കെ ഞങ്ങൾ പൂർണ്ണജയം പ്രാപിക്കുന്നു. ഒരു വ്യാകുലതയും ഒരു ആകുലതയും നിന്റെ ഹൃദയത്തെ തട്ടിയെടുത്തുകൊണ്ട് പോകരുത്. ഹൃദയം നഷ്ടമാകരുത്. ആരെങ്കിലും ഹൃദയം നഷ്ടമായവർ, വ്യാകുലത മൂലം ഹൃദയം നഷ്ടമായവർ ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ തിരിച്ചു പിടിക്കണം. യേശുവിന്റെ നാമത്തിൽ അതിനെ തിരിച്ചു പിടിക്കണം നിങ്ങൾ. അതങ്ങനെ നഷ്ടപ്പെടുത്തുവാനുള്ളതല്ല. ആകുലതകളെ കുറിച്ച് പറയുമ്പോൾ ഫിയർ ഓഫ് ഫ്യൂച്ചർ ആണ്. നിങ്ങൾ ഇംഗ്ലണ്ടിലായിരിക്കും, നിങ്ങൾക്ക് ഫിയർ ഓഫ് ഫ്യൂച്ചർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വളരെ വലിയ പരിശ്രമപ്പെട്ടെ നിങ്ങൾക്കും ഉണ്ട്, ഒത്തിരി ഉണ്ട്. അത് ഞാൻ വളരെ ലളിതമാകുന്ന ഒരു ഉദാഹരണം പറയാം. ഞാൻ ഒരിക്കല് കേരളത്തിലെ പരിമലയിലുള്ള ഒരു ഹോസ്പിറ്റലായിരിക്കുമ്പോൾ എന്നെ അവിടെയുള്ള ഒരു നേഴ്സ് പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കി ഓടി വന്നു. ഫിനി ബ്രദറല്ലേ? ഫിനി ബ്രദറെ, ഞാൻ ഒത്തിരി നാളായിട്ട് ഇതുപോലെ ഗൾഫിലൊന്ന് പോകുവാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയാണ്, അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. ബ്രദർ, എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ഇവിടെ ഈ പരിമല ഹോസ്പിറ്റലിൽ കിട്ടുന്ന ശമ്പളം ഒട്ടും പോരാ, അതുകൊണ്ട് എനിക്ക് ഗൾഫിൽ പോകുവാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കണം. ഞാൻ അവിടെ നിന്ന് തന്നെ വളരെ ചെറിയ ശബ്ദത്തിൽ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. അത് വളരെ ന്യായമായ ഒരു ആവശ്യമാണ്. ഞാൻ തിരിച്ചന്ന് വീട്ടിൽ വന്നപ്പോൾ, ഇത് കർത്താവ് എനിക്ക് തന്നൊരു അത്ഭുതകരമാകുന്നൊരു അനുഭവമാണ്. തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് രാത്രിയിൽ സൗദി അറേബ്യയിൽ നിന്ന് ഒരു നേഴ്സ് എന്നെ വിളിച്ചു. അവിടെ പറഞ്ഞു, ഇവിടുത്തെ ജോലി ഭയങ്കര പ്രയാസമാണ്, ഞാൻ ഇംഗ്ലണ്ടിൽ പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്, എനിക്ക് വേണ്ടി ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കണം. അതെനിക്ക് ക്ലിക്ക് ചെയ്തു. പരിമല ഹോസ്പിറ്റലിലെ നേഴ്സ് ഗൾഫിൽ പോകാൻ ആഗ്രഹിക്കുന്നു, ഗൾഫിലെ നേഴ്സ് ഇംഗ്ലണ്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇംഗ്ലണ്ടിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നിങ്ങളിൽ പലരും ഓസ്ട്രേലിയക്ക് പോകാൻ റെഡിയായിരിക്കും. പ്രിയമുള്ളവരെ, പരിമലയിൽ നിന്ന് ഗൾഫിൽ വന്നതുകൊണ്ടോ, ഗൾഫിൽ നിന്ന് ഇംഗ്ലണ്ടിൽ വന്നതുകൊണ്ടോ, ഇംഗ്ലണ്ടിൽ നിന്ന് ഓസ്ട്രേലിയയിൽ പോയതുകൊണ്ടോ നമ്മുടെ ആകുലതകൾ മാറുകയില്ല. അത് മനസ്സിലൊരു സംഘർഷമാണ്, അതിനെ നാം നേരിട്ട് കീഴ്പ്പെടുത്തണം. നിങ്ങളെ ദൈവം നിങ്ങൾക്ക് പ്രൊമോഷൻസ് തരും, നിങ്ങൾക്ക് ഇവിടെ വരികയും ഇവിടുന്ന് ഓസ്ട്രേലിയ ഒക്കെ ദൈവം തരുന്നതാണ്. പക്ഷെ അവിടെ പോകുന്നത് കൊണ്ടല്ല നിങ്ങളുടെ ആകുലതകൾ മാറുന്നത്. ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആകുലതകളെ നേരിട്ട് അതിനെ കീഴ്പ്പെടുത്തണം. കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് ശ്രദ്ധിക്കുക. സകലവിധമാകുന്ന ആകുലതകളും വ്യാകുലതകളും ദൈവം നമ്മളിൽ നിന്ന് നീക്കിക്കളയുവാൻ ആഗ്രഹിക്കുകയാണ്. നാം എവിടെ ആയിരിക്കുന്നുവോ അവിടെ നമുക്ക് കർത്താവിൽ സന്തോഷമുള്ളവരായി, കർത്താവിൽ സുരക്ഷിതത്വമുള്ളവരായി. ഭാവിയെ കുറിച്ച് നിങ്ങൾ എന്തിനാണ് ഇൻസെക്യൂർ ആകുന്നത്? നോ, നിങ്ങൾക്ക് യേശുണ്ടോ? നിങ്ങളെ പോലെ സുരക്ഷിതരായ ഒരു വ്യക്തി ലോകത്തിൽ. ഒരു ആകുലതയും നിങ്ങളുടെ ഹൃദയത്തെ തട്ടിക്കൊണ്ടു പോകരുത്.
16 വർഷങ്ങൾക്ക് മുന്നമെയാണ് ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞത്. അതിനുശേഷം ഞാനൊരു 3-4 വർഷങ്ങൾക്കുള്ളിൽ ഞാൻ സുവിശേഷ വേദിക്ക് വേണ്ടി സമർപ്പിച്ചു. എൻ്റെ മൂത്ത ബ്രദർ ആ സമയത്ത് സ്റ്റേറ്റ്സിലായിരുന്നു. എൻ്റെ സെക്കൻഡ് ബ്രദർ അബുദാബിയിലായിരുന്നു. എനിക്ക് ഒരേ ഒരു സഹോദരിയുള്ള അവൾ സ്വിറ്റ്സർലൻഡിലായിരുന്നു. ആ സന്ദർഭത്തിൽ വീട്ടിൽ ഇളയവനാകുന്ന ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. Praise the Lord. Hallelujah. ദൈവമക്കളെ, അതൊരു ഒത്തിരി റിസ്ക് ഉള്ള ഒരു ഡിസിഷൻ ആയിരുന്നു. ദൈവത്തിന് വേണ്ടി നമ്മൾ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ ഏത് നിലയിലുമായിട്ട് ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയായിരുന്നു. നിങ്ങൾ ചിലപ്പോൾ കർത്താവിനെ അംഗീകരിക്കുന്നവരായിരിക്കും. ഈ നിമിഷത്തിൽ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ വേണ്ടി തീരുമാനമെടുക്കുന്നവരായിരിക്കും. ദൈവത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി നിങ്ങൾ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ നിങ്ങൾക്ക് മുൻപിലുള്ള എല്ലാ കാര്യങ്ങളും കാണാൻ കഴിയത്തില്ല. Praise the Lord. മുൻപിൽ ആ സ്റ്റെപ്പ് വെച്ച സന്ദർഭം മാത്രമേ നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തുള്ളൂ. വേണമെങ്കിൽ ചില പ്രവാചകന്മാർ ചില ദൂതുകൾ പറഞ്ഞെന്നിരിക്കാം. അല്പം റിസ്ക് ഉണ്ട്. പക്ഷേ ഞാൻ വളരെ വിനയപരിശ്രമം പറയട്ടെ, യേശുവിന് വേണ്ടിയാണ് നീ സ്റ്റെപ്പ് വെച്ചിരിക്കുന്നത് എങ്കിൽ ഒരു റിസ്കും ഇല്ല, ഒരു ഫിയറിന്റെയും ആവശ്യമില്ല, ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗിന്റെയും ആവശ്യമില്ല. നിന്നെ കൈപിടിച്ചെത്തിക്കേണ്ടിടത്ത് എത്തിക്കുവാൻ അവിടുന്ന് പ്രാപ്തിയുള്ള മഹോന്നതരാകുന്ന സർവശക്തരാകുന്ന ദൈവമാകുന്നു. Praise the Lord. 16 വർഷങ്ങൾക്ക് ശേഷം അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. Praise the Lord. അത്രയും മാത്രം പറഞ്ഞാൽ പോരാ, ഏതാണ്ട് ഒരു 100 വർഷത്തെ അനുഭവമുണ്ട്. എൻ്റെ മുത്തച്ഛൻ MK വർഗീസ് ഏതാണ്ട് 90 വർഷങ്ങൾക്ക് മുൻപ് ഇടയാറന്മുളയിലെ ക്രൈസ്തവ കുടുംബത്തിൽ നിന്ന് ഏകനായിട്ട് വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി പുറത്തു വന്നപ്പോൾ നാട്ടുകാർ മുഴുവൻ എതിരായി. ഒറ്റ ബന്ധുക്കൾ വീട്ടിൽ കയറ്റുകയില്ല. അന്ന് പുറത്തിറങ്ങി നടക്കുവാൻ വയ്യാത്ത നിലയിൽ നിന്ദിതനായി തീർന്നു. പിന്നോട്ട് പോയില്ല. യേശുവിന് വേണ്ടി എടുത്ത നിലപാടിൽ മുന്നോട്ട് പോയി. Praise the Lord. അങ്ങനെയെങ്കിൽ 3 തലമുറയുടെ സാക്ഷ്യമാണ് ഞാൻ ഈ പറയുന്നത്. 3 തലമുറയുടെ സാക്ഷ്യം എനിക്ക് ഉറപ്പായിട്ടും തെളിയിക്കപ്പെട്ട സുവിശേഷം പറയുവാൻ കഴിയും. നിന്റെ കൂടെയുള്ളത് യേശുവാണെങ്കിൽ ഒരാകുലതയുടെയും വ്യാകുലതയുടെയും ആവശ്യം നിന്റെ ഹൃദയത്തിലില്ല. അതൊരു ബന്ധനമാണ്. ആ ബന്ധനത്തെ പൊട്ടിച്ച് നിനക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകുവാൻ കഴിയും. ഹല്ലേലൂയ. കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചോ ശക്തിയോടുകൂടെ. Hallelujah. Praise the Lord. കർത്താവ് തന്നെ പറയുന്നത് ആ പ്രത്യേക കാര്യവുമായുള്ള ബന്ധത്തിൽ കർത്താവ് ദീർഘമായിട്ടുള്ള ഒരു പ്രഭാഷണം ശിഷ്യന്മാരോട് നടുവിൽ നടത്തുന്നുണ്ട്. ആ പ്രഭാഷണത്തിൽ പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. താഴോട്ട് വരുമ്പോൾ പറയുന്നത്, വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? Praise the Lord. Hallelujah. വെറുതെ ഹൃദയം നഷ്ടപ്പെടുത്തി കളയരുത്. നിങ്ങൾ ജോലിയെക്കുറിച്ച് വിചാരപ്പെടുന്നവരാണെങ്കിൽ, ഭാവിയെക്കുറിച്ച് വിചാരപ്പെടുന്നവരാണെങ്കിൽ, വിചാരപ്പെടുന്നതിനാൽ പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല. Praise the Lord. മറിച്ച് വിശ്വസിച്ചാൽ പ്രശ്നം പരിഹരിക്കപ്പെടും. Praise the Lord. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതകരമായി കരുതി വെച്ചിരിക്കുകയാണ്. നീ വിശ്വസിച്ചാൽ മാത്രം മതി. അത് തന്നെയാണ് പൗലോസ് പറയുന്നത്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. അവിടെ ഒന്നിനെ കുറിച്ചും എന്ന് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്. അവിടെ നിങ്ങൾക്ക് ഉടനടി കിട്ടുന്നത് എന്താണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. Praise the Lord. വിചാരപ്പെടുന്നതല്ല ഉത്തരം എന്ന് പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുക വിശ്വാസത്തോടുകൂടെ.